ബംഗളൂരുവിൽ ആത്മഹത്യ ചെയ്ത കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ ഫോൺ കോൾ കേന്ദ്രീകരിച്ച് SIT അന്വേഷണം. റോയ് ഒന്നിലധികം ഇന്റർനെറ്റ് കോളുകൾ നടത്തിയതായി കണ്ടെത്തി. എന്നാൽ ആരെയാണ് അദ്ദേഹം ബന്ധപ്പെട്ടതെന്ന് വ്യക്തമല്ല. ദുബായിലെ ഇടപാടുകൾ സംബന്ധിച്ചും SIT അന്വേഷിക്കുന്നുണ്ട്. റോയ് ഉപയോഗിച്ചിരുന്ന ഡിജിറ്റൽ ഉപകരണങ്ങളും പ്രധാനപ്പെട്ട ബിസിനസ് രേഖകളും ദുബായിലായതിനാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഹാജരാക്കാൻ കുടുംബത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് റോയിയുടെ വിശ്വസ്തരുടെയും ഓഫീസ് ജീവനക്കാരുടെയും മൊഴി എടുക്കുന്നത് തുടരുകയാണ്. നവമി ദിനേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നവമി, ഊർജിതമായിട്ടുള്ള അന്വേഷണമാണ് CJ റോയിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴും ഈ മരണവുമായി ബന്ധപ്പെട്ട ദിവസങ്ങൾ ഇത്ര പിന്നിട്ടിട്ടും ദുരൂഹത തുടരുന്നുണ്ട്. അതിനിടെയാണ് കഴിഞ്ഞ ദിവസം റോയിയുടെ ഡയറി കുറിപ്പ്, ആത്മഹത്യാക്കുറിപ്പിന് സമാനമായിട്ടുള്ള ഡയറി കുറിപ്പ് പുറത്തു വന്നത്. വിശദമായി അന്വേഷിച്ചപ്പോൾ റോയി ഇൻ്റർനെറ്റ് കോളുകൾ, നിരവധി ആളുകളെ ഇൻ്റർനെറ്റ് കോൾ വഴി ബന്ധപ്പെട്ടിരുന്നുവെന്ന് വ്യക്തമായിട്ടുണ്ട്. ആരാണെന്ന് സൂചനയില്ല. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ SITയുടെ അന്വേഷണത്തിൻ്റെ പുരോഗതി എങ്ങനെയാണ്? അന്വേഷണ സംഘത്തിന് മുന്നിൽ 3 സാധ്യതകളാണുള്ളത്. അതിൽ ആദ്യത്തേത് റോയിയുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട വിദേശത്തെ പണമിടപാട്. രണ്ടാമത്തേത് വ്യക്തിപരമായിട്ടോ കുടുംബപരമായിട്ടോ എന്തെങ്കിലും റോയ്ക്ക് പ്രശ്നങ്ങളുണ്ടോ. 3 IT ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം. ഇതിൽ IT ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ നൽകിയ മൊഴി. SIT സംഘം ആ ഒരു നിഗമനത്തിൽ തന്നെയാണ് എത്തി നിൽക്കുന്നത്. മറ്റ് 2 കാര്യങ്ങൾ, ഒന്ന് ഈ സാമ്പത്തികമായ ഏതെങ്കിലും തരത്തിൽ, ബിസിനസ് പരമായ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം റോയ് നേരിട്ടിരുന്നോ, അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ. ഈ 2 രീതികളിൽ കൂടിയുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കുടുംബത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ബംഗളൂരിലെ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ ഈ നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആത്മഹത്യാക്കുറിപ്പിന് സമാനമായിട്ടുള്ളൊരു ഡയറി കുറിപ്പ് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അതിൽ 9 പേജുള്ള ഈ കുറിപ്പിൽ റോയ് പ്രധാനമായും പറയുന്നത് വിദേശ സംരംഭങ്ങളിൽ തനിക്ക് ഒരു തിരിച്ചടി നേരിട്ടിരുന്നു, കുടുംബത്തോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പണം നൽകാനുള്ളവരുടെ വിവരങ്ങൾ, കമ്പനി എങ്ങനെ നയിക്കണം എന്നതിനുള്ളൊരു ചില നിർദ്ദേശങ്ങൾ, അതോടൊപ്പം തന്നെ കമ്പനിയിൽ നേരത്തെ ഉണ്ടായിരുന്ന നിക്ഷേപകരെ സംരക്ഷിക്കണം, അവരെ വഞ്ചിക്കരുത് എന്നീ കാര്യങ്ങളാണ് പ്രധാനമായും ഈ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്. അതിൽ ആദ്യത്തേത്, അതായത് വിദേശ ഇടപാടുമായി ബന്ധപ്പെട്ട്, വിദേശത്തെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില തിരിച്ചടികൾ നേരിട്ടു എന്ന് റോയ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ രീതിയിലേക്ക് തന്നെയാണോ റോയിയുടെ ആത്മഹത്യയ്ക്ക് കാരണം എന്നതാണ് SIT പ്രധാനമായും അന്വേഷിക്കുന്നത്. ബംഗളൂരുവിൽ നടത്തിയ പരിശോധനയിൽ പ്രത്യേകിച്ച് വിവരങ്ങളൊന്നും തന്നെ ലഭിക്കാത്ത സാഹചര്യത്തിൽ ദുബായിലുള്ള കുടുംബത്തോട് ഈ റോയിയുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, അതായത് ലാപ്ടോപ്പോ മറ്റ് ഫോണുകൾ, ഇതും ചില ഈ നിക്ഷേപവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട സുപ്രധാന രേഖകളെല്ലാം തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ ഹാജരാക്കണമെന്നാണ് കുടുംബത്തോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നീക്കങ്ങൾ മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെ ഈ ഡ്രൈവറുടെ മൊഴിയെടുത്തിരുന്നു. റോയിയുടെ ഡ്രൈവറുടെ മൊഴിയെടുത്തു. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ദുബായിൽ നിന്നും ബംഗളൂരുവിലേക്ക് എത്തിയ റോയ് ബംഗളൂരിലെ വീട്ടിൽ ചില നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതിനാൽ ഒരു ലക്ഷറി ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്. അവിടെ ഈ ഡ്രൈവർ പോലീസിന് നൽകിയ മൊഴി അനുസരിച്ച് 2 വാഹനങ്ങളാണ് റോയ് എയർപോർട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. അതിലൊന്ന് ഈ റോയിയുടെ ലഗേജുകൾ വെക്കുന്നത് 2 ബാഗുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ പോലീസ് SIT സംഘം പറയുന്നതനുസരിച്ച് 20 ജോഡി വസ്ത്രങ്ങളും 10 ബ്രാൻഡഡ് ഷൂകളുമാണ് ഉണ്ടായിരുന്നത്. ആദ്യം ഈ ലഗേജ് വെച്ച കാറും 2 ലക്ഷറി വാഹനങ്ങളാണ് വിളിച്ചു വരുത്തിയത്. മറ്റൊന്നിൽ തന്നെയാണ് റോയ് ഈ ഹോട്ടലിലേക്ക് പോയത്. ആ ഹോട്ടലിലേക്ക് പോകുന്ന വഴിയിൽ അസ്വാഭാവികമായി തന്നെ ഒന്നും തോന്നിയില്ല എന്നാണ് ഡ്രൈവർ പറയുന്നത്. സാധാരണ പോലെ സന്തോഷത്തോടുകൂടി തന്നെയാണ് തന്നോട് റോയ് സംസാരിച്ചത്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള വിഷമമുണ്ട് അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം റോയിയെ അലട്ടുന്നതായി തനിക്ക് തോന്നിയില്ല എന്നാണ് ഡ്രൈവറുടെ മൊഴി പോലീസിന് നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, ഈ ഹോട്ടലിലെത്തി അവിടുത്തെ CCTV ദൃശ്യങ്ങൾ, അതായത് റോയ് താമസിച്ച ദിവസങ്ങളിലെ CCTV ദൃശ്യങ്ങൾ, റോയിയെ ആരൊക്കെയാണ് സന്ദർശിച്ചത്, ആ ഒരു വിവരങ്ങൾ, അതോടൊപ്പം തന്നെ റോയ് നടത്തിയ പേയ്മെന്റുകൾ 75,000 മുതൽ 1 ലക്ഷം രൂപ വരെയുള്ള ഇടപാടുകളാണ്, അല്ലെങ്കിൽ ഈ ഹോട്ടലിൽ അത്രയേറെ തുകയാണ് റോയ് ചിലവഴിച്ചത്. സ്വാഭാവികമായും ആ രീതിയിലുള്ള ജീവിതം നയിക്കുന്ന ഒരാളെ സംബന്ധിച്ച് സ്വാഭാവികമായും ലക്ഷറിയസ് ഹോട്ടലായിരിക്കും താമസം, അത്ര രൂപയായിരിക്കും അവിടെ മുടക്കിയിരിക്കുക. ഇതിന്റെ എല്ലാ വിവരങ്ങൾ, പേയ്മെന്റ് അടക്കം ഏത് വിധേനയാണ് റോയ് അവിടെ അടച്ചത്, ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് ഹാജരാക്കുവാൻ വേണ്ടി ഹോട്ടൽ മാനേജ്മെന്റിനോട് SIT സംഘം നിർദ്ദേശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ CJ റോയിയുടെ
സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് പല കഥകളും പല അഭ്യൂഹങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ പരക്കുന്നുണ്ട്. അതിൽ റോയ് തന്നെ ഈ ഡയറി കുറിപ്പിൽ തനിക്ക് നിരവധി ആളുകൾ പണം തരാനുള്ളതും സാമ്പത്തികമായുള്ള തിരിച്ചടികളും ഒക്കെ വിശദീകരിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ, അതായത് റോയിയുടെ സാമ്പത്തിക ഇടപാടുകളും ഈ അന്വേഷണ പരിധിയിൽ ഉണ്ടാകുമോ? തീർച്ചയായും ടോം, അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ റോയിയുടെ കുടുംബത്തോട്, ഭാര്യയോടും അല്ലെങ്കിൽ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരോടും റോയിയുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ലാപ്ടോപ്പ് അടക്കമുള്ള ഇലക്ട്രോണിക് ഉപകരണം, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ റോയിയുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട രേഖകൾ, അത് കോൺഫിഡൻസ് ഗ്രൂപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് വിദേശത്തെ ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കുവാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഒരാഴ്ചത്തെ സമയവും നൽകിയിട്ടുണ്ട്. ഈ റോയിയുടെ ഫോൺ പരിശോധിച്ചതിൽ നിന്നും നിരവധി തവണ ഇന്റർനെറ്റ് കോൾ വിളിച്ചിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ ആരെയാണ് വിളിച്ചതെന്ന് വ്യക്തമായിട്ടില്ല. കാരണം സ്വാഭാവികമായും നമുക്കറിയാം, ഇന്റർനെറ്റ് വഴി ഉള്ള കോളുകൾക്ക് കൃത്യമായിട്ടുള്ള ഒരു രേഖ അല്ലെങ്കിൽ ആരെയാണ് വിളിച്ചതെന്ന് അറിയാൻ കഴിയില്ല. ആകെ കിട്ടുന്നത് IP അഡ്രസ്സുകളാണ്. അത് സൈബർ സെല്ലിന് കൈമാറിയിട്ടുണ്ട്. ഈ IP അഡ്രസ്സുകൾ കേന്ദ്രീകരിച്ച് ആരെയാണ് റോയ് വിളിച്ചതെന്ന് അറിയാൻ സാധിക്കുമോ എന്നൊരു പരിശോധനയിലേക്കാണ് അന്വേഷണ സംഘം ഇപ്പോൾ നീണ്ടുകൊണ്ടിരിക്കുന്നത്. സൈബർ സെല്ല് ആ വിവരം കൂടി നൽകിയാൽ ഈ വിളിച്ചവരോട് അവരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. അതോടൊപ്പം തന്നെ അവരിൽ നിന്നും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുമെന്നൊരു വിശ്വാസത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം നീങ്ങുന്നത്. എന്തായാലും IT ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം കൊണ്ട് മാത്രം ആത്മഹത്യ ചെയ്യുന്ന ഒരാളല്ല റോയ് എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘവും എത്തി നിൽക്കുന്നത്. കുടുംബത്തിന് ആദ്യം അത്തരത്തിൽ ചില പരാതികൾ ഉണ്ടായിരുന്നു. ഈ സഹോദരനടക്കം ഉന്നയിച്ചത് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അത് വലിയ രീതിയിൽ റോയിയെ സമ്മർദ്ദത്തിലാഴ്ത്തിയിരുന്നു. തന്നോട് അത് പറയുകയും ചെയ്തിരുന്നു എന്ന് സഹോദരൻ പറഞ്ഞു. പക്ഷേ പിന്നീട് ഈ ആത്മഹത്യാക്കുറിപ്പിന് സമാനമായ ഡയറി കുറിപ്പ് ലഭിച്ചപ്പോഴാണ് നേരത്തെ തന്നെ റോയ് ആത്മഹത്യ ചെയ്യാനുള്ളൊരു ഒരുക്കമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണമെന്നൊരു ചിന്ത റോയ്ക്കുണ്ടായിരുന്നുവെന്ന് ആ കുറിപ്പിൽ നിന്ന് തന്നെ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് IT ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം മാത്രമല്ല മറ്റ് ചില കാര്യങ്ങൾ, ഈ വിദേശത്തെ ബിസിനസ് ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ റോയ്ക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായി എന്ന് അന്വേഷണ സംഘം ഒരു നിഗമനത്തിലേക്ക് എത്തി നിൽക്കുന്നത്. പക്ഷെ അതിൽ കുറച്ചുകൂടി വ്യക്തത കൈവരേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് കുടുംബത്തോട് ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടത്. അതിനിടയിൽ തന്നെ കോൺഫിഡൻസ് ഗ്രൂപ്പ് ഇന്നിറക്കിയ ഒരു പത്രക്കുറിപ്പിൽ പറയുന്നത് അങ്ങനെ സാമ്പത്തികമായ ഒരു ബാധ്യതയിലല്ല കമ്പനി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ നിക്ഷേപകർക്ക് വീണ്ടും വരാം, അതിനുവേണ്ടി വലിയ സാമ്പത്തിക ബാധ്യതകളിലേക്കൊന്നുമല്ല കോൺഫിഡൻസ് ഗ്രൂപ്പ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു പത്രക്കുറിപ്പ് കൂടി അവരുടെ ഭാഗത്തു നിന്നുമുണ്ടായി. പക്ഷേ നേരത്തെ കൊച്ചിയിൽ വെച്ച് അവരൊരു പത്രസമ്മേളനം നടത്താൻ തീരുമാനിച്ചതായിരുന്നു. പക്ഷേ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.